ഇനി എന്താ വായിലടച്ച് കിടക്കണേ? വായിലറന്ന ഇജ്ജ് തുറക്കുണ്ടോ? എന്താ ഇജ്ജ് വായിലടച്ചിക്കണ്? ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ. ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? അല്ല, താത്താക്കുമ്മക്ക് ഡ്രസ്സ് കാട്ടിക്കൊടുത്തോ? ഓർക്ക് ഇഷ്ടമായിക്കണത്? അല്ല, എന്നിട്ടിപ്പ എന്റെ മുഖത്തിന് എന്താ ഒരു തെളിച്ചല്ലാത്ത? എങ്ങനെ തെളിച്ചുണ്ടാകാനാ? വാങ്ങി കൊണ്ടുവരണ ഇല്ലാതെ താത്തത് പിടിച്ചു വാങ്ങിയില്ലേ? താത്താക്ക് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ്. ഓ, അയിനാണപ്പോ അത് ഓക്ക് ഇഷ്ടമായെങ്കിൽ ഓൾ എടുത്തോട്ടെ. ഞാനല്ലെങ്കിൽ ഓള് ഒരു ദിവസം കൂട്ടിക്കൊണ്ട് എടുത്ത് കൊടുക്കാൻ നിൽക്കിയെന്ന്. അതൊക്കെ പറ്റിയണെങ്കിൽ അതെടുത്തോട്ടെ ഓള്. അതിനിപ്പത്താ? അല്ല മാനോ, ഞാനോളെ ചുരിദാർ എടുത്തരിഞ്ഞ് ഓൾക്ക് ഇഷ്ടപ്പെട്ടില്ല തോന്നണേ. ഞാനതിന്റെ കളർ കണ്ടപ്പോ ഒന്ന് ഇഷ്ടപ്പെടുത്തതാണ്. എനിക്ക് കിട്ടില്ല വെച്ച് കുഴപ്പമൊന്നുമില്ല. ഓള് പങ്കെടുത്തോട്ടെ. ഏയ്, അതിനൊന്നും ഒരു കുഴപ്പമില്ലടി. ഇവിടെ അൻ്റെത് ഇൻ്റെത് എന്നുള്ള വേർതിരിവൊന്നുമില്ല. എനക്ക് ഇഷ്ടപ്പെടുന്ന ഇജ്ജ് എടുത്തോ. ഇജിപ്പോ അങ്ങനെ പറഞ്ഞ ശരിക്കും ഞാൻ എടുക്കലേ? അല്ല മാനോ, ഇനിയിപ്പൊ ഇതും ഒരു ഓളെ മുഖം കറക്കാൻ കാരണമാവണ്ട. ഓക്ക് ഇഷ്ടായില്ല തോന്നുന്നു. അത് ഓക്കന്നെ കൊടുക്കാം. എനിക്കിപ്പോ എല്ലാവരും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ എവിടേക്ക് പോകാനാ? ഏയ്, അതൊന്നും കുഴപ്പമില്ലടി. ഇനിയിപ്പൊ ഇജ്ജ് അതാലെ ചെടങ്ങറാഞ്ഞാ മതി. ഇജ്ജേ പൈച്ചിനെ നല്ല കൊടുത്താ. ഇനിയിപ്പൊ നാളെ തന്റെ പെരയത്തെ കല്യാണം കൂടി കഴിഞ്ഞൊരു സമാധാനം കൂടും. അല്ല, എന്റെ പേരത്തെ കല്യാണത്തിന് നിങ്ങൾക്ക് എന്തിനാ സമാധാനക്കേട്? ഇതിപ്പോ എന്താ കഥ? ഇപ്പൊ അങ്ങനെയോ? ഇതുവരെ എന്റെ വീടിയത്തെ കല്യാണം എന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട് കുത്തിർന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ പറയണ്? എങ്ങനെ പറയാതെക്കും? അതിന് കാരണം എന്താ നിങ്ങൾക്ക് അറിയില്ലേ? എന്തിനിപ്പോ അങ്ങാടിക്ക് പോയിങ്ങാണ്ട് ചുരിദാറൊക്കെ എടുത്തേക്കണേ? ഇല്ലാത്ത പൈസയും പെറുക്കിങ്ങാണ്ടല്ലേ പോയിങ്ങാണ്ട് വാങ്ങിക്കണത്? അത് എനിക്കെന്നോ അതോ പെങ്ങക്കെന്നോ? സത്യം പറയണം. പെരേന്നേ അവിടുന്ന് കെട്ടി കഴിഞ്ഞാൽ എന്തിനാ? അവിടെ ഒരു പ്രശ്നമല്ല. ഇവിടെ വന്നുങ്ങാണ്ട് എങ്ങനെ ഇഞ്ച മനസമാധാനം കളയണം, ആ ഒരു ചിന്ത ഉള്ള പെങ്ങക്ക്. ഓ, പെങ്ങളെ പറയുന്നതിനെ പണ്ടേ പറ്റൂലല്ലോ. പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമല്ല, പെങ്ങളെ മാത്രം നോക്കിയാൽ മതി. ഇജെന്തൊക്കെയാ വിളിച്ചു പറയണ്? അനക്കെന്താ പറ്റിക്കണ്? ഇങ്ങക്കൊന്നും മനസ്സിലാവണില്ലല്ലേ? എന്നാലേ എനിക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇനി കണ്ണെടുത്താ കണ്ടൂടാ. ആയിക്കൂടെ ഇപ്പൊ ഏറെ എല്ലാ സൗഭാഗ്യവും സുഖങ്ങളും താത്താക്ക് കിട്ടണമെന്നല്ലേ ഒറ്റ വാശി നിങ്ങൾക്ക് പെങ്ങൾക്ക്. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഇനി രണ്ട് വൈക്കാക്കാനാണ് മുപ്പത്തേരെ ആഗ്രഹം. അതിനാണ് സ്വന്തം ജീവിതം കൂടി കളഞ്ഞിട്ടേ ഇവിടെ വന്ന് നിക്കണത്. ഞാൻ സായി കെട്ടിട്ട് പറയണേ. ഒന്ന് പതുക്കെ പറയടി. ഈ കുടുംബം കൂട്ടിച്ചോറാക്കാൻ വന്നിക്ക മനുഷ്യന്മാര് കേൾക്കൂലേ? പറ്റിയതേ എനിക്കല്ല. അത് പറഞ്ഞാ നിങ്ങള് വിശ്വസിക്കൂലെന്ന് എനിക്കറിയാം. പറ്റിയത് മുഴുവൻ നിങ്ങളെ പെങ്ങക്കാണ്. നിങ്ങൾ നേരം വരുന്ന ഈ പെരേന്ന് ഇറങ്ങി പോകും. പിന്നെ ഏതെങ്കിലും നേരത്തെ കയറി വരുന്നത്. അതുവരെ ഈ പെരയിൽ എന്താ നടക്കണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അതറിയേണ്ട ആവശ്യമില്ലല്ലോ. പെങ്ങളുണ്ടല്ലോ, എല്ലാത്തിനും പെങ്ങള്. ഞാൻ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങളെ പെങ്ങളടുത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിലേ ഞാൻ പണി നോക്കി പെരേക്ക് പോകും. പിന്നെ നിങ്ങള് ഉമ്മയോ പെങ്ങളെയോ എങ്ങനെയേ സുഖിച്ച് ജീവിച്ചോളി. എന്നെ കാക്കണ്ട. ആകെ പേരേക്ക് വരുമ്പോ ഈ ഒരു സമാധാനം ഉള്ളേന്നു. ഇപ്പൊ അതും പോയി കിട്ടി. ഇജ്ജ് പോയിട്ട് തിന്നാൻ തീർത്തച്ചാ.
ഞാനേ മാന് കൊറേ നേരമായി ചോറ് വെച്ചിട്ട് കേക്കണേ. അപ്പൊ ഞാൻ വേഗം എടുക്കാന്ന് കരുതി. എന്നാ ഇത് കൊണ്ടു കൊടുക്ക്. ആ ഞാൻ കൊടുത്തോളാം. അല്ല താത്ത ബുദ്ധിമുട്ടണമെന്നില്ലേന്നു. അല്ല താത്താക്കുള്ള ചോറവിടെ? ഇതാക്കണേ ഞാൻ എടുക്കണേ. ഓനോട് കൊണ്ടു കൊടുത്താ ഓൻ കൊറേ നേരമായില്ലേ ചോദിച്ചെന്ന്. നേരം വയ്ക്കണ്ട. താത്ത നിക്കി. ഇത് താത്താക്കള് ചോറ. എന്നാലേ ഈ കൂട്ടാനൊക്കെ അതിൽ പറഞ്ഞിക്കണം. ഇത് കൊടുക്കുന്നോളെ. താത്താക്കള ചോറേ ഞാൻ കൊണ്ട് കൊടുത്തോണ്ട്. ഇതാ പിടിച്ചേ. ഇജെന്തായി കാട്ടുന്നത്? എന്തേ ഒന്നും മനസ്സിലായില്ല? ഇന്നാലേ ഇനി മേലോലെ ഇജാതി കളിയും കൊണ്ടേ നിന്റെ മുന്നിൽ വരുന്നു. ആങ്ങളേന്റെ അടുത്ത് ഇഞ്ഞ പള്ള നിറച്ച് ചീത്ത കേൾപ്പിക്കാനുള്ള പരിപാടി എന്ന് ഞങ്ങൾക്ക് ഉപ്പ് കൊണ്ടു വായുന്നതേ ഒക്കെ ഞാൻ മറഞ്ഞു നിന്ന് കണ്ടിക്കണേ. എന്താ കണ്ണു വെച്ചത്? വേഗം തിന്നോളി. ഒന്നാമത് ഒരു സാധനം ഇവിടെ വേസ്റ്റ് ആയി കളയുന്നത് നിങ്ങൾ ആങ്ങളക്ക് ഇഷ്ടമല്ല. അത് മര്യാദക്ക് തിന്നില്ലെങ്കിൽ ഇപ്പൊ പോയി ഞാൻ പറഞ്ഞു കൊടുക്കും. തിന്നെ തിന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോണുള്ളൂ. ഇജേ അധികം വളവെടുക്കണ്ടടി. ഇതിനൊക്കെ നല്ലൊരു അവസാനം എനിക്ക് വരും. കാത്തുന്ന